ക്രിസ്ത്യാനോ റൊണാൾഡോ 4000 ഗോൾ. അതിലേക്ക് ഇനി എത്താൻ ഇനി തോന്ന ദിവസങ്ങളൊന്നുമില്ല. കാരണം അതിവേഗം അദ്ദേഹം ആ റെക്കോർഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. 71 ഗോളുകൾ മാത്രമാണ് ഇനി അദ്ദേഹത്തിന് ആ അപൂർവ റെക്കോർഡിലേക്ക് എത്താൻ ബാക്കിയുള്ളത്. ഇന്നലെ ഡെൻമാർക്കിനെതിരെയുള്ള ഭയങ്കര ചർച്ചയായ ഗോള്, അല്ലെങ്കിൽ ഡെൻമാർക്കിനെതിരെയുള്ള കഴിഞ്ഞ 2 കളികളും ആദ്യത്തെ കളി ഭയങ്കര ചർച്ചയായല്ലോ. കാരണം തോറ്റു എന്നുള്ളതൊരു കാരണം, ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ട് മുതലാക്കാത്തത് കാരണം. അതുമാത്രമല്ല, ആ ഒരു മത്സരത്തിന് ശേഷം ക്രിസ്ത്യാനോ റൊണാൾഡോ മാധ്യമങ്ങളോട് പറഞ്ഞ പല കാര്യങ്ങൾ, ഞങ്ങൾക്ക് 90 മിനിറ്റ് കൂടി ബാക്കിയുണ്ട് തിരിച്ചു വരാൻ. അതുപോലെ തന്നെ ഡെൻമാർക്ക് താരം തൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ തന്നെ ചെയ്തപ്പോൾ അതിന് മറുപടി ഞാൻ അടുത്ത മത്സരത്തിൽ കൊടുക്കും, അടുത്ത മത്സരത്തിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും അത്രയും കോൺഫിഡൻസിനാണ് ക്രിസ്ത്യാനോ സംസാരിച്ചത്. അതൊക്കെ വാസ്തവമാണ് എന്നുള്ള രീതിയിലാണ് ഡെൻമാർക്കിനെതിരെയുള്ള 2ാം പാദ മത്സരത്തിൽ നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടത്. അത് കിട്ടിയ ഒരു പെനാൽറ്റി അദ്ദേഹം പാഴാക്കി. ഒരുപക്ഷെ റീസെൻ്റ്ലി അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ അദ്ദേഹം പാഴാക്കിയ ഏറ്റവും മോശം പെനാൽറ്റി കിക്കാണ് അദ്ദേഹം എടുത്തത് എന്ന് തന്നെ നമുക്ക് പറയാം. സിമ്പിളായിട്ട് കീപ്പർ അത് കയ്യിലൊതുക്കി, പിന്നീട് കിട്ടിയൊരു ഗോൾ അനുവദിച്ചില്ല. അങ്ങനെ മോശം തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്ങൊക്കെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സമയം വന്നെത്തി, അദ്ദേഹം തിരിച്ചടിച്ചു. അദ്ദേഹം ആ ഒരു സെലിബ്രേഷൻ ചെയ്ത് കാണിച്ചു കൊടുത്തു ഫുട്ബോൾ ലോകത്തിന്. അദ്ദേഹം പറഞ്ഞതെല്ലാം സത്യമാക്കി. 90 മിനിറ്റ് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം. 5-3 ഇരു പാതകളിലുമായിട്ടുള്ള സ്കോറിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ സെമിയിലെത്തി. അദ്ദേഹം പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് മുതൽ അതിൽ പലരും എതിരഭിപ്രായങ്ങളൊക്കെ വരാറുണ്ട്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യുന്നത് പോയും അത്ഭുതകരമാണ്. ഏതാനും കാത്തിരിക്കാൻ നമുക്ക് ഇനി സെമി ഫൈനൽ പോരാട്ടത്തിന് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്.